ഫിറോസെ ഇക്ക താൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എൻ്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേണ്ട 2 ആമക്കൾ. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വിഷയം രേണുസുതിയാണ്. രേണുസുതി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും രേണുസുതി മനഃപൂർവ്വം കോൺട്രവേഴ്സിയും കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വീണ്ടും വീട്ടിൻ്റെ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേക്കുവാണ് സോഷ്യൽ മീഡിയയിൽ. എനിക്കൊന്ന് ബിഗ് ബോസിന് ശേഷം എല്ലാവരും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഷാനവാസിൻ്റെയും അതുപോലെ അനീഷിൻ്റെയും അനുവിൻ്റെയും അനുമോളെയും പുറവേ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ റോളൊന്നുമില്ല, ആരും എടുത്ത് തലയിലൊന്നും വെക്കുന്നില്ല, റീച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു വീട് വിഷയം, ആ പഴയ വീട് വിഷയം, ഫിറോസ് KHDC ഫിറോസ് ഒരു വീട് വെച്ച് കൊടുത്തല്ലോ, അതുമായിട്ടുള്ള വിഷയം വീണ്ടും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കുവാണ് ഇവർ. അതുമായിട്ടുള്ള വിഷയങ്ങളിപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരങ്ങളും ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഫിറോസിനെ പച്ച വഴക്കൊക്കെ പറയുന്നത്, പച്ചത്തെറിയൊന്നും പറഞ്ഞില്ല, സാധാരണ പച്ചത്തെറിയെന്നല്ലേ പറയുന്നത്, വായി വരുന്നതൊക്കെ പറയുന്നൊരു വീഡിയോ ഞാനും കണ്ടായിരുന്നു, ഇവരെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കമൻ്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻ്റ് ഇടാൻ ഫിറോസ് കമൻ്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പോസ്റ്റ്, ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട, എനിക്ക് തോന്നുന്നു വല്ല ഫേസ്ബുക്കിനകത്തോ ഇൻസ്റ്റയിലും കണ്ട ആരോ ഇട്ടൊരു പോസ്റ്റ്, ഇവർക്കെതിരെ ഇട്ടൊരു പോസ്റ്റ്, ഇവരെ പറ്റിയിട്ട് എഴുതിയേക്കുന്ന ഒരു പോസ്റ്റിനകത്ത് കണ്ട കമൻ്റ് ഇട്ടിട്ടുള്ളത്. അത് ഏത് പോസ്റ്റാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പം കമൻറ്റിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആളെ കല്യാണം കഴിച്ച് ജീവിക്കാനാണെങ്കിൽ ആ വീട് തിരിച്ച് എനിക്ക് തന്നേക്കുന്നതാണ് പുള്ളി എഴുതി വിട്ടേക്കുന്ന കമൻറ്റിനകത്ത്. അപ്പം ഇത് രേണുസുതി ഈ ഒരു വീട് വിഷയം, ഞാൻ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുസുതിയുമായിട്ട് ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ റീസെൻ്റായിട്ട് വീടിൻ്റെ വിഷയം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാരിക KB ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂവിനകത്ത്, പുള്ളിക്കാരിയുടെ ചാനലിനകത്ത് വീണ്ടും രേണുസുതി വന്നിട്ട് ഈ വീടിൻ്റെ വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ശാരിക KB നല്ല രീതിയിൽ വലിച്ചു കീറി ഫിറോസിനെ ഒട്ടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒട്ടിക്കുന്നുണ്ട്. വീട് ഇങ്ങനെയാണോ വീട് വെച്ച് കൊടുക്കുന്നത്, ഇത്രയും പന്ന വീടാണോ വീട് പണിഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, 1 വർഷം ആയില്ലല്ലോ, 2 വർഷം ആയില്ലല്ലോ, വീട് മൊത്തം നശിച്ചല്ലോ, എൻ്റെ വീട് 10-25 കൊല്ലം കൊണ്ട് എൻ്റെ വീട് നോക്കി ഇപ്പോഴും അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വിമർശിച്ചുകൊണ്ട് രേണുസുതിനെ മുമ്പേ നിർത്തിക്കൊണ്ട് ഇവർ വീടിൻ്റെ ഒരു വിഷയം വീണ്ടും എടുത്തിട്ടു. അങ്ങനെയാണ് വീണ്ടും ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഫിറോസ് അതിനെതിരെ ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ഞങ്ങൾ ജീവിച്ചു പോട്ടെ, കാരണം നിങ്ങൾ ഈ ഒരു വിഷയം കൊണ്ടുവന്നതിൽ പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം കുറഞ്ഞു, ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നൊരു ടീമാണ് KHDC ടീം. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം പഴയതുപോലെ ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് ജോലി കുറഞ്ഞു, അപ്പോൾ അവരെ കുടുംബങ്ങൾ പട്ടിണിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിയും അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ റീച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഈ ഒരു വീട് വിഷയം എടുത്തിട്ട് സംസാരിക്കും. അപ്പം എന്തായാലും ഇതൊക്കെ വീണ്ടും എടുത്തിടുമ്പോഴത്തേക്ക് നമ്മളെപ്പോലത്തുള്ള ആൾക്കാർ ഇതുപോലെ റിയാക്ഷനുമായിട്ടും കാര്യങ്ങളുമായിട്ട് വരുമല്ലോ. അപ്പോൾ വീണ്ടും ഇവർക്ക് കുറച്ചുകൂടെ ഒന്ന് റീച്ച് കിട്ടുമല്ലോ, അതാണ് ഇവരുടെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇത് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു കണ്ടൻറ്റാണ്, അത് വേറെ കാര്യം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനും കണ്ടായിരുന്നു. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരേരെ വിളിച്ചിട്ട് പെരേരയുടെ പുതിയൊരു ഷോർട്ട് ഫിലിം ഏതിനകത്ത് കണ്ട് അഭിനയിക്കാൻ വിളിച്ചിട്ട് ഇവർ റേറ്റ് കൂട്ടി ചോദിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഞാൻ കണ്ടായിരുന്നു. അപ്പം അതിന് മേലെ ഇനി എന്നെ വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പെരേരയ്ക്ക് ഒരു മറുപടി കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയും കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചർച്ചയായിട്ടില്ല. പക്ഷെ ഇതാണ് ചർച്ചയായിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ കല്യാണക്കാര്യം പറയുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞാണ്, 2 വർഷത്തിനകം എൻ്റെ കല്യാണം ഞാൻ കഴിക്കാൻ പോകാമെന്നൊക്കെ ഇങ്ങനെയൊക്കെ അത് ഞാൻ കണ്ടില്ല. കല്യാണക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംസാരം വന്ന സമയത്താണ് ആ ഒരു വീഡിയോയുടെ അടിയിൽ, ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അങ്ങാണ്ട് ഫിറോസ് ഇങ്ങോട്ട് കമൻ്റ് എടുത്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനത് അതിലോട്ട് വരാം. അതിന് മുമ്പ് ഞാൻ ആ കമൻ്റ് ഇവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് രേണുസുതി ഫിറോസിന് കൊടുത്തൊരു മറുപടി ഉണ്ട്, അതും ഞാൻ ഇവിടെ വയ്ക്കാം. അതുകൂടെ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അല്ല, KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം, ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക താൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എൻ്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേണ്ട 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുതിന് 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എൻ്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നു? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്?
അതെ, ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ല, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല, കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഫിറോസിന് കൊടുത്ത മറുപടിയാണ് ഇവർ ഫിറോസ് ഇട്ട കമൻറ്റിന് കൊടുത്ത മറുപടിയാണ്. ഞാൻ കല്യാണം കഴിക്കും കഴിക്കാതിരിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്, നീ എനിക്ക് തന്നിട്ടുള്ള വീട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു നിവൃത്തിയേട് കൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു മറുപടിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സംഭവം കല്യാണം കഴിക്കുന്നതൊക്കെ അവർ രേണുസുധിയുടെ ഇഷ്ടമാണ്, അതെന്തോ ആയിക്കോട്ടെ. അവർ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു വിഷയം ഫിറോസ് അല്ല വീണ്ടും ഇതിലേക്ക് വലിച്ചിട്ട് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വീട്ടിൻ്റെ വിഷയം പുള്ളിക്കാരൻ്റെ പാട് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് റീച്ച് പോയ സമയത്ത് ഇവരും ശാരികയും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ശാരികയ്ക്ക് പിന്നെ ഒരു കണ്ടന്റ് വേണം, പുള്ളിക്കാരിയുടെ ചാനലൊന്ന് റീച്ച് ആക്കണം, അത് തന്നെ, അല്ലാതെ വേറൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീടും വിഷയങ്ങളും എടുത്തിട്ട് രേണുസുധിനെ കൊണ്ടിരുത്തിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അതിനകത്ത് അല്ലേ, വേറെ എന്തൊക്കെ. ഈ ഒരു വിഷയം, ഈ ഒരു ടോപ്പിക്ക് ക്ലോസ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഇത് എടുത്തിരുന്ന സമയത്ത് തന്നെ രേണുസുധിക്ക് പറയാം, ശാരിക ഈ ടോപ്പിക്ക് വേണ്ട, ഇത് ക്ലോസ് ചെയ്ത ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം, ലൈവൊന്നും അല്ലല്ലോ. ആ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും വീടിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് കളയാം. പക്ഷേ കട്ട് ചെയ്യാതെ ഇതിലേക്കൊരു കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ, ഉണ്ടാക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കൊണ്ടിട്ടൊരു സംഭവമാണ്. വീണ്ടും ഈ ഒരു വിഷയം എടുത്തിട്ട് ഇവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ, കാരണം നെഗറ്റീവാണ് ഒരാളെ റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഈ രേണുസുധി ഉപയോഗിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പോസിറ്റീവ് കൊണ്ട് ഒരിക്കലും ഒരാളും കയറി വരത്തില്ല, നെഗറ്റീവ് കൊണ്ടേ റീച്ച് ആകുമെന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി ഈ ഒരു വിഷയം വീണ്ടും എടുത്തിരുന്നു. ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ ചെയ്തിട്ടുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. കാരണം ഇവർ ആദ്യത്തെ ഇൻ്റർവ്യൂവും ജനങ്ങളെ പൊട്ടന്മാരാക്കി പ്ലാൻ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ അകത്ത് ചെന്നിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഈ രണ്ട് ടീമുകൾ. അപ്പോൾ രണ്ടും നല്ല ഉടായ്പാണ്, അത് വേറെ കാര്യം. രണ്ടും എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയയിൽ തട്ടിമുട്ടി നിന്ന് പോവുക, അതിന് വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് ഈ കാണിക്കുന്നത് തന്നെ. അപ്പം രേണുസുധി ഇവിടെ ഈ കൊല്ലം സുധിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫിറോസ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ചിലപ്പം കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീട് വെച്ച് കൊടുത്തത്. അപ്പം നാളെ ഒരു സമയത്ത് രേണുസുധി വല്ലവനെയും കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ വീട്ടിനകത്ത് കയറി അവകാശം പറഞ്ഞ് താമസിച്ചിട്ട് ഒരു സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ അടിച്ചിറക്കി കളയത്തില്ലെന്ന് ആരെങ്കിലും കണ്ടോ? അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അല്ലാതെ രേണുസുധിയുടെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ അടിയിലോ വന്നിട്ടല്ലല്ലോ പുള്ളി കമൻറ്റ് ഇട്ടത്. പുള്ളിക്ക് കമൻറ്റ് ഇടാനുള്ള അവകാശമുണ്ട്, അത് വേറെ ആരും. പുള്ളി വേറെ ഏതോ പോസ്റ്റിൻ്റെ അടിയിലാണ് പുള്ളി കമൻറ്റ് ഇട്ടത്. അത് ഇവരെടുത്ത് വെച്ച് പ്രതികരിക്കേണ്ട കാര്യം എന്താണ്? അത് ഇവർക്കങ്ങ് വിട്ട് കളഞ്ഞാൽ പോരായിരുന്നോ? അപ്പം മനഃപൂർവ്വം ഇതൊരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി, കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഫിറോസും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഞാനിവിടെ വയ്ക്കാം. ഫിറോസിൻ്റെ വോയിസും കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത കമൻറ്റ് തന്നെയാണ് അത്. ഞാൻ ഏത് പോസ്റ്റിൻ്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഇവർ വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാൻ താഴെ വീണെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു വരും. അതിന് വിളിച്ചു നമ്മളെ, അത് പോയി ശരിയാക്കി കൊടുത്ത്. വാഷ് ബേസിൻ്റെ മേലെ ചാടി കളിച്ച് വാഷ് ബേസും വീണു. പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് ശരിയാക്കി കൊടുത്ത്. ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി. പിന്നെ അപ്രൂവലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, അപ്രൂവൽ എടുത്ത് കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അത് കൂടാതെ പിന്നെ ഒരു ചാനൽ, എനിക്ക് ഏതോ ഓൺലൈൻ മീഡിയയാണ്, അവരുടെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിനിട്ടാ തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ അവരോട് രേണുവിൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട്, അവർക്കത് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട്, ഓൺലൈൻ മീഡിയ ഒന്നും ലോക്കൽ ഓൺ മീഡിയ ഒന്നുമല്ല കേട്ടോ, നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അവരുടെ പേര്. അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് 15,000 രൂപ വേണം, എന്നാലേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിലൂടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെയും സഹായിക്കരുത്. സഹായിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമാണിത്. ജീവിതകാലം മുഴുവൻ ആ സഹായിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള ഇത്തരം നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, വാക്കുകളും കുത്തുവാക്കുകളും കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇതിപ്പം ഫിറോസിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും രൂപ മുടക്കി, അത്രയും സ്വന്തം കുടുംബക്കാർ പോലും തിരിഞ്ഞ് നോക്കാതിരുന്നൊരു സമയത്ത് അല്ലേ? കാരണം ബന്ധുക്കളോ ആരും, കൂട്ടുകാരോ, ഈ കൊല്ലം സുധിക്ക് എന്തോരു കൂട്ടുകാരുണ്ട് ഈ പറഞ്ഞിട്ടുള്ള സിനിമ, അതുപോലെ ഇവരെ മിമിക്രി ട്രൂപ്പുകളിൽ നിന്നൊക്കെ, അവിടുന്ന് പോലും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതിരുന്ന സമയത്ത് ഈ മനുഷ്യനിറങ്ങി
ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്ര ലക്ഷം രൂപ ചിലവഴിച്ചൊരു വീട് വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ പഴി കേൾക്കേണ്ട വന്നൊരു മനുഷ്യനാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. കാരണം അതങ്ങനാണ്. കാരണം നമ്മളെ സഹായിച്ചിട്ട് ലാസ്റ്റ് തിരിഞ്ഞടിക്കുന്നൊരു സ്വഭാവമാണ് ഈ രേണുസുതി കാണിച്ചിട്ടുള്ള. അവരുടെ ബിസിനസ്സിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ ഒരു വിഷയം ഇപ്പോഴും എടുത്തിട്ട് ചർച്ച ചെയ്ത് വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇപ്പം അത്യാവശ്യം ഇവർക്ക് വരുമാനമുണ്ട്, നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമുകളുണ്ട്, ഷൂട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ മതി ആ വീട് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലേ. ഇവരെന്തിനാണ് വീണ്ടും ഈ ഒരു പഴയൊരു ടോപ്പിക്ക് എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചത്തോട്ട് വീണ്ടും ഇവർ കയറാൻ ശ്രമിക്കുന്നത്? ഇപ്പം അത്യാവശ്യം ഇവർക്ക് വരുമാനമുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇവർക്ക് നല്ലൊരു വാടക വീട്. ഇനി അത്രയ്ക്കും ഇവർക്ക് ആ വീട്ടിൽ കിടക്കാൻ താല്പര്യമില്ല, ഞാൻ വൃത്തികേട് കൊണ്ടാണ് ആ വീട്ടിൽ കിടക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പം അത്യാവശ്യം ഫിനാൻഷ്യലി ഇവർക്ക് അത്യാവശ്യം കയ്യിൽ കുറേ പൈസ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർക്ക് ഒരു വാടക വീട് എടുത്തിട്ട് ഇവർക്ക് അവിടെ പോയി താമസിച്ചൂടെ? എന്തിനാണ് ഇവർ ആ വീട്ടിൽ കെട്ടിക്കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം നമ്മളെ സഹായിച്ചിട്ട് ലാസ്റ്റ് അതിനെതിരെ അവർക്കെതിരെ ചെളിവാരി എറിയുന്നതും കരിവാരി തേക്കുന്നതുള്ള പരിപാടി അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി രേണുസുതി ഓൺലൈൻ ചാനലുകാർക്ക് കൊടുത്ത 1-2 വീഡിയോ, ഒരു ഇൻ്റർവ്യൂ പോലത്തുള്ളൊരു വീഡിയോസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇൻ്റർവ്യൂ അല്ല, ഓൺലൈൻ ചാനലുകാർ ഇതിനെപ്പറ്റിയിട്ട് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ വെക്കാം. പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാൽ പോലും ആ വീട്ടിനകത്ത് എന്താണ് ഞാൻ മനസ്സിലായി, ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തണം. അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ. അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാൽ ഞാൻ ആ വീട്ടില് ഒരു ദിവസം പോലും നിക്കത്തില്ല. എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിക്കത്തില്ല. നിങ്ങൾ അതോ ഞാൻ ആ വാടക കൊടുത്ത് എങ്ങനെയും ജീവിച്ചു. എന്തൊക്കെ കേൾക്കുന്നില്ല ഭർത്താവ് സ്ഥലം തന്ന മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു, വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു, അതിനകത്ത് കസാര മേടിച്ചെന്ന് ചവിട്ടി മേടിച്ചെന്ന് അവരുടെയൊക്കെ വായിന്ന് കേൾക്കുന്നു, നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു. ഒന്നും ചെയ്യാത്ത എന്തിനാ ഇത്രയും പാടുവിട്ട് നിങ്ങൾ ആ വീട്ടിൽ കിടക്കുന്ന? നിങ്ങൾ ആ പിള്ളേരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലോട്ട് ഇറങ്ങിക്കൂടുക, എന്നിട്ട് ആ വീട് തിരിച്ചങ്ങോട്ട് കൊടു. പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ എന്തിനാണ് അത്? അല്ലെങ്കിലും സുധിയുടെ മക്കൾക്ക് എഴുതി കൊടുത്ത വീടാണ് അത്. എനിക്ക് തോന്നുന്നു സുധിയുടെ മൂത്ത മോൻ കിച്ചു ഉണ്ടല്ലോ, അവനിക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു മെയിനായിട്ട് അവനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആ വീട് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള വീടിനകത്ത് കയറി കിടന്നിട്ട് പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുറ്റം പറയാതിരിക്കുക, അതാണ് വേണ്ടുന്നത് അല്ലേ? മൈൻഡ് ചെയ്യാതിരിക്കുക, അതാണ് വേണ്ടുന്നത്. അല്ലെ പിന്നെ അവിടെ നിന്ന് ഇത്രയും ഇത് സഹിച്ച് അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? നാണക്കേട് സഹിച്ച് അവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടോ? അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. നിങ്ങൾക്ക് വാടക വീട്ടിൽ താമസിക്കാനുള്ള കപ്പാസിറ്റിക്ക് ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ വാടക വീട്ടിലോട്ട് മാറിക്കൊടുക്കുക, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ആ വീട് തിരിച്ചു കൊടുക്കുക, അതെന്താ ചെയ്യാത്തത്? അത് ചെയ്യണം. അല്ലെങ്കിൽ പൈസ ഉണ്ടല്ലോ, ഒരു വീട് വെക്ക്, അത്യാവശ്യം പൈസ ഉണ്ടല്ലോ, വീട് വെക്ക്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് ഭയങ്കര അഹങ്കാരമായിപ്പോയി കേട്ടോ. ഭയങ്കര അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിപ്പോയി. കാരണം അത്യാവശ്യം ഏണിങ്സൊക്കെ കയ്യിൽ വന്ന് അത്യാവശ്യം റീച്ചായി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അഹങ്കാരം കൂടി. ഇപ്പോൾ റീച്ച് കുറഞ്ഞ സമയത്താണ് വീണ്ടും പഴയ കോൺട്രവേഴ്സികളും കാര്യങ്ങളും പഴയ പ്രശ്നങ്ങളൊക്കെ വീണ്ടും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് വീണ്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വീണ്ടും ഒന്ന് കയറാൻ ശ്രമിക്കുന്നത്. ഇപ്പം അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ആരെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഫിറോസിനെയാണോ അതോ രേണുസുധീനെയാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.